ഫാത്തിമ ബീവി അന്ന് വീട്ടിലെ ജോലികളെല്ലാം തകൃതിയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കടന്നു വന്നത്. ഫാത്തിമ ബീവി അലി റളിയല്ലാഹു അൻഹുവിനെ കണ്ടുവെങ്കിലും കണ്ട ഭാവം നടിക്കുന്നില്ല. ഭക്ഷണം ഉണ്ടാക്കുന്നു, കുട്ടികളെ ഒരുക്കുന്നു, വസ്ത്രങ്ങൾ ഒരുക്കുന്നു. ഫാത്തിമ, നിനക്കെന്തു പറ്റി? നീ എന്താണ് ഒന്നും മിണ്ടാത്തത്? ഞാനൊരു യാത്ര പോവുകയാണ്. അപ്പോൾ ഞങ്ങളെയും കൊണ്ടുപോകണമല്ലേ? അലി ചോദിച്ചു. ഇല്ല, തൽക്കാലം നിങ്ങളെയും മക്കളെയും കൊണ്ടുപോകുന്നില്ല. ഞാൻ ഒറ്റക്കാണ് യാത്ര. അങ്ങനെയെങ്കിൽ എപ്പോഴാണ് മടക്കം? അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു. ഖിയാമത്ത് നാളിലാണ് എൻ്റെ മടക്കം. ആരാണ് ഇതൊക്കെ നിന്നോട് പറഞ്ഞത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊന്നാരമകൾ ഫാത്തിമ ബീവി പറയുകയാണ്. ഞാൻ ഇന്നലെ ഉപ്പയെ സ്വപ്നം കണ്ടു. ഫാത്തിമ, ഒരുപാട് കാലമായില്ലേ നിന്നെ കാണാൻ പൂതി പെരുത്തെന്നും നീ എന്നിലേക്ക് വന്നു ചേരുമെന്നും ആയിരുന്നു ആ സ്വപ്നത്തിൻ്റെ ഉള്ളടക്കം. ഇതു കേട്ടതോടെ അലി റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു.